ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്നത്തെയും പോലെ തന്നെ ഇന്നും കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിരുന്നു. അത് വൈകുന്നേരമാണ് കിട്ടിയത്. അതുണ്ടാക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ഇതുപോലെ ഇല്ലി ഇടിച്ചിട്ട് ഒരു പാത്രത്തിലായിട്ട് നല്ല വൃത്തിയാക്കി അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. സമയം കിട്ടുമ്പോൾ നമുക്ക് ഇത് ഊരിയിട്ട് നമുക്ക് ഉപ്പേരി വെക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. എനിക്ക് കുറച്ച് ഇലമൈലാഞ്ചി കിട്ടിയിരുന്നു കേട്ടോ. നല്ല ചോക്കണ മൈലാഞ്ചിയാണെന്ന് പറഞ്ഞു. അവിടെ വെട്ടിയിട്ടതാണ് കേട്ടോ. 2 ദിവസമായി അവിടെ വെട്ടിയിട്ടിട്ട്. എന്നാലും ഞാനും മക്കളും അവിടുന്ന് ഊരി കൊണ്ടുവന്ന് ഇതുപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. സൗകര്യം കിട്ടിയപ്പോൾ അതൊന്ന് വൃത്തിയാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇല്ലിയും കൊമ്പുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ അമ്മിമേൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തിടാൻ പറ്റും. മിക്സിയിലാവുമ്പോൾ നമ്മൾ കാണൂലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8-10 കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഫൈനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച കളർ, നല്ല സ്മെല്ലുണ്ട്. അരവ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി അരച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അരച്ചിട്ട് ഇതൊക്കെ നല്ലൊരു അടപ്പുള്ള പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് അടച്ച് തന്നെ സൂക്ഷിക്കണേ. അങ്ങനെ ഇവിടെ ഈ ഇലമൈലാഞ്ചി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴാണോ നമുക്ക് സൗകര്യം കിട്ടുന്നത് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കൈമേലിടാം കേട്ടോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയും പണികൾ ഇരിക്കുന്നുണ്ട്. എന്നാലും മൈലാഞ്ചി ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ കൈയിൻ്റെ നടുവിലൊരു വട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ചെറിയ കുത്തുകളാക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈമേലിട്ട് കിടക്കാൻ പറ്റൂല കേട്ടോ. കാരണം ബെഡിലൊക്കെ ആവുമല്ലോ. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അതിന്മേലൊക്കെ ചുവപ്പ് കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കയ്യിൽ വെച്ചിട്ട് ഊരണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇട്ട് നോക്കാം കേട്ടോ. ചിത്രം വരയ്ക്കാനൊക്കെ അറിയുന്നവർക്ക് ഏത് മോഡൽ ചിത്രം വരയ്ക്കാനുള്ള അരവും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏത് മോഡലും നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒലിച്ചിറങ്ങി അവിടെ വരെ ചോന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ നീരായെടുത്ത് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചോപ്പായിട്ടുണ്ട്. ഇതിലേറെ ചോക്കും ഞാൻ കുറച്ചും കൂടി സമയമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മൈലാഞ്ചി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടിയൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ചോക്കും കേട്ടോ. സമയമില്ലാത്തത് കാരണമാണ് ഞാൻ പെട്ടെന്ന് ഊരിയത്. വേണമെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ ഇനിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ചോന്ന് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഒരു തിരിമുറിയാത്ത മഴയാണിപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് കാട്ടും, ഇതുപോലെ വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് 3 ആടുകൾക്കും ഒപ്പം വെള്ളം കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ മത്സരിച്ച് വയറ് നിറയെ വെള്ളം കുടിക്കുകയെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം. ഒറ്റട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും കുടിക്കൂല കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മത്സരിച്ച് കുത്തിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടൊക്കെ അവർ വെള്ളം കുടിച്ച് വയറ് നിറച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ.
അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. മക്കൾ ബോട്ടിലിൽ പിന്നെ പാല് അതുപോലെ തന്നെ കുറേ ദിവസം കഴുകാതിരുന്നാൽ ഒക്കെ നമ്മൾ ബോട്ടിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇന്നിവിടെ രണ്ടാളെ ബോട്ടിലും ഒരാളെ ബോട്ടിലിൽ ഒരാൾ പാലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വന്നത്. കണ്ടില്ലേ പാല്. ഒരാളെ ബോട്ടിൽ പിന്നെ പാലൊന്നും ആക്കൂല, പക്ഷെ 2 ദിവസമായി കഴുകിയിട്ട് കേട്ടോ. ശരിക്ക് ഒന്നിങ്ങനെ അവരൊരു കഴുകലുണ്ടാവുമല്ലോ, അതൊക്കെ കഴുകിയിട്ടാണ് അവർ കൊണ്ടുപോകൽ. ചെറിയ ആളത് പാലാക്കിയിട്ടുള്ള സ്മെല്ലുണ്ട് കേട്ടോ. അതെങ്ങനെയൊന്ന് വൃത്തിയാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാനൊരു സ്പൂണ്, കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് കല്ലുപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് പൊടിപ്പ്, 1 സ്പൂൺ പൊടിപ്പും ലേശം പാത്രം കഴുകുന്ന ലിക്വിഡും ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ട് ഇതാ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉള്ളിൽ ബ്രഷ് ഇട്ട് കഴുകണം എന്നൊന്നുമില്ല, നന്നാക്കി ഒന്ന് ഇങ്ങനെ കുലുക്കിയെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പാലിൻ്റെ മണം ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമുക്കിതാ ഈ കുപ്പി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി, ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പേപ്പർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അവർക്ക് വെള്ളമാക്കണ സമയത്ത് ഒന്നടെടുത്ത് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. അത് കുറച്ചും കൂടി വൃത്തിയാവും കേട്ടോ. അതായത് എന്തെങ്കിലും നനവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ പാലാക്കിയ ബോട്ടിലാണ് ഞാൻ ഇതുപോലെ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ സ്മെല്ലും പോവേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. കടലൊക്കെ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ കുറച്ച് അപ്പക്കാരം സോഡപ്പൊടിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലേക്കൊക്കെ നന്നായി ആ കടല വീർത്ത് വലുതായി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.